Okay, please mark your attendance. Then, in our last class, we have studied about some helping people. They help us. Correct? Helping peoples ne കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? ഓർമ്മയുണ്ടോ? ആരൊക്കെയാണ് helping people? Who are the helping people? And how they help us? ആരൊക്കെയാണ്? ആൻഡ്രിയ തെരേസ്. Sorry, Andrea Alphonse. Unmute ചെയ്തേ. Okay, please unmute. Okay. Doctor Garner. Teacher Watchman. Milkman. Barber. Tailor. Okay. Okay. They are the helping people. അല്ലേ? ഇവരൊക്കെ helping people ആണ്. നമ്മളെ പല കാര്യങ്ങൾക്ക് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? കുറേ ഹെൽപ്പിംഗ് പീപ്പിൾ ഉണ്ട്. എന്തൊക്കെയാ ഇവരൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മള് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ? ആരൊക്കെയാണ്? ഡോക്ടർ, ഗാർഡനർ, ടീച്ചർ, മിൽക്ക്മാൻ, വാച്ച്മാൻ, ടൈലർ, ബാർബർ, പോലീസ്മാൻ, ഇവരൊക്കെ ഹെൽപ്പിംഗ് പീപ്പിൾ ആണ്. അത് കൂടാതെയും കുറേ ആൾക്കാരുണ്ട് അല്ലേ? കോബ്ലർ, കാർപെന്റർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മളെ സഹായിക്കുന്നത്. ഡോക്ടർ, ഫസ്റ്റ് വൺ is ഡോക്ടർ, DOCTOR, ഡോക്ടർ. How a doctor help us? എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് ഒരു ഡോക്ടർ? എങ്ങനെയാണ് കശ്യപേ ഡോക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? അസുഖം നോക്കിയിട്ട് അല്ലേ? ഡോക്ടർ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഡോക്ടർ എവിടെയാ ഉണ്ടാവുക? ഹോസ്പിറ്റലിലാണ് അല്ലേ? ഡോക്ടർ വർക്ക്സ് ഇൻ എ ഹോസ്പിറ്റൽ ആൻഡ് they treat us when we are falling sick അല്ലേ? നമുക്ക് അസുഖം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ എവിടെ പോവുക? ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറിന്റെ അടുത്ത് പോവാറല്ലേ? ഡോക്ടർ എവിടെയാ ഉണ്ടാവുന്നത്? they works in a hospital and they treat us when we falling sick. We go to hospital when we are falling sick അല്ലേ? നമുക്ക് അസുഖം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാറല്ലേ? അപ്പൊ എന്ത് ചെയ്യും? they give medicines അല്ലേ? നമുക്ക് മരുന്നുകൾ തരും. അങ്ങനെ നമ്മുടെ അസുഖം മാറും അല്ലേ? so we go to hospital when we are falling sick. Doctor treat us and they give medicine for us അല്ലേ? they help us to overcome our sickness അല്ലേ? നമ്മുടെ അസുഖങ്ങളെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അസുഖം ട്രീറ്റ് ചെയ്യുന്നത് ആരാണ്? ഡോക്ടർ ആണല്ലേ? നിങ്ങളൊക്കെ ഡോക്ടറിനെ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവുമല്ലോ. പനിയും ജലദോഷവും തലവേദനയും വയറുവേദനയും ഒക്കെ വന്നിട്ട് അല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ നമ്മളെ ട്രീറ്റ് ചെയ്യും അല്ലേ? നമ്മളെ ചികിത്സിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് വേണ്ടുന്ന മരുന്നൊക്കെ എഴുതി തന്നിട്ട് നമ്മൾ അത് വാങ്ങിച്ച് കഴിക്കും. അപ്പോഴാണ് നമ്മുടെ അസുഖം കുറയുന്നത് അല്ലേ? സോ ഡോക്ടർ അങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അസുഖം മാറാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. Then next one, gardener. A gardener. Who is a gardener? What is the duty of a gardener? Dion, what is the duty of a gardener? എന്താണ് ഡിയോൺ? ഒരു ഗാർഡനർ എന്ന് വെച്ചാൽ ആരാണ്? എന്താണ് അവരുടെ ജോലി? എന്താണ്? ചെടി നനക്കുന്ന ചേട്ടനാണ് അല്ലേ ഗാർഡനർ? ആണല്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ ഗാർഡൻ ഒക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുന്ന ആളാണല്ലേ? നമ്മളെ പ്ലാന്റ് ഒക്കെ നന്നായി നോക്കി then gardener waters them every day അല്ലേ? എല്ലാ ദിവസവും അതിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ചെടികളെയൊക്കെ നല്ല ഭംഗിയായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ് അല്ലേ? they take care our garden and our plants. He waters them every day in our plants അല്ലേ? എല്ലാ ദിവസവും അതിന് എന്ത് ചെയ്യും? വെള്ളം ഒഴിക്കും അല്ലേ? he waters our garden every day and take care of our plants and
ഫ്ലവേഴ്സ് അല്ലെ, നമ്മുടെ ചെടികളെയും പൂക്കളെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അതിനെ ടേക്ക് കെയർ ചെയ്യുന്ന, അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും ഒക്കെ കൊടുത്ത് നമ്മുടെ പ്ലാന്റ്സിനെ ഒക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ആളാണ് ആര്? ഗാർഡനർ അല്ലെ. Then next one, teacher. Who is a teacher? Rida Fatima, who is a teacher? Where she works? Where they work? Say teacher works in a where? Yes. എവിടെയാണ് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്? സാധാരണയായിട്ട് ടീച്ചേഴ്സ് എവിടെയാ ഉണ്ടാവുക? സ്കൂളിലാണ് അല്ലേ? ഓക്കെ റിത. എ ടീച്ചർ വർക്ക്സ് ഇൻ എ സ്കൂൾ. ടീച്ചർ എവിടെയാണ്? സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അവരെന്താ ചെയ്യാ? എന്താണ് അവരുടെ ജോലി? എന്താണ് ദർശിത്തെ ടീച്ചേഴ്സിന്റെ ജോലി എന്താണ്? ടീച്ചർ എന്താ ചെയ്യാറ് സാധാരണയായിട്ട്? എന്ത് ജോലിയാ ചെയ്യാറ്? അവർ പഠിപ്പിക്കും അല്ലെ. ദേ ടീച്ചേഴ്സ് ടു റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് ഓൾസോ ഗുഡ് മാനേഴ്സ് ആൻഡ് ഗുഡ് ഹാബിറ്റ്സ്. ദെൻ സിങ് ആൻഡ് ഡാൻസ് ഒക്കെ ആര് ചെയ്യും? ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട് അല്ലെ. എഴുതാനും വായിക്കാനും നല്ല കാര്യങ്ങളും നല്ല ശീലങ്ങളും നല്ല മര്യാദകളും ഒക്കെ പഠിപ്പിക്കും അല്ലെ. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഉണ്ടല്ലേ. എഴുതാനും വായിക്കാനും പഠിപ്പിക്കാറുണ്ടോ? ഉണ്ട്. So a teacher works in a school and they teach us to read and write, then good manners and good habits etc. അല്ലേ, ഇതൊക്കെ പഠിപ്പിക്കും. നല്ല കാര്യങ്ങൾ പഠിപ്പിക്കും. വഴക്ക് കൂടരുതെന്നും എന്താണ് നന്നായിട്ട് പഠിക്കണമെന്നും നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്നും നന്നായിട്ട് കളിക്കണമെന്നും ഒക്കെ പറയാറില്ലേ? So a teacher works in a hospital and they teach us good manners, good habits and how to write and how to read. ഇതൊക്കെ നമ്മള് സ്കൂളിൽ നിന്നാ പഠിക്കുന്നത് അല്ലേ. ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട്. Then watchman. Who is the watchman? Anvi, who is watchman? Watchman ആരാണ്? എവിടെ ഉണ്ടാവാറ്? എന്താ വാച്ച് ചെയ്യുന്ന ആള്? എന്താ വാച്ച് ചെയ്യാ അവര്? വാച്ച്മാൻ ആരാണ്? വാച്ച് കടയിൽ ജോലി ചെയ്യുന്ന ആളാണോ? ഒരാള് മിസ്സിനോട് അങ്ങനെയാ പറഞ്ഞേ, വാച്ച്മാൻ ആരാണെന്ന് ചോദിച്ചപ്പോ വാച്ച് കടയിൽ ഉണ്ടാകുന്ന ആളാണെന്ന്. ആണോ? അല്ല അല്ലേ. വാച്ച്മാൻ ആരാണ്? നമ്മുടെ പ്ലേസ് അല്ലെങ്കിൽ നമ്മുടെ ഹോം അല്ലെങ്കിൽ റെസ്റ്റോറന്റും ഹോസ്പിറ്റൽ ഇവിടെയൊക്കെ ഉണ്ടാവും അല്ലെ. അവിടുത്തെ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യും, അവിടെയൊക്കെ ഗാർഡ് ചെയ്യുന്ന ആളാണ് ആര്? വാച്ച്മാൻ. അവിടുത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി നടത്തി അവിടെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് നടക്കുന്ന ആളാണ് ആര്? വാച്ച്മാൻ. സോ watchman is protect our place and they guard our place. Okay, then they watch all the activities are there, happen there. Okay, so a watchman. Then next one, a milkman. Who is the milkman? Eva, who is the milkman? ആരാണ് milkman? Unmute ചെയ്തേ ഇവ. Okay, ആരാണ് ഒരു milkman? You heard about the milkman. Who is the milkman? We already discussed it in our previous class. Who is the milkman? ആരാണ് milkman? ആരാണ് ഇവ? അറിയാമോ ഇവയ്ക്ക്? പാല് കൊണ്ടുതരുന്ന ആള്. മിൽക്ക് എന്ന് വെച്ചാൽ പാലാണ്. അപ്പൊ മിൽക്ക്മാൻ എന്താണ്? പാല് കൊണ്ടുതരുന്ന ആളാണ് അല്ലെ. യെസ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ മിൽക്ക് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യും അല്ലെ. നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട് അല്ലെ. നിങ്ങൾ പോവാറില്ലേ അങ്ങനത്തെ മിൽക്ക്മാന്റെ അടുത്ത് പാലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി? ചിലപ്പോ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദൂരെ പോകേണ്ടി വരും അല്ലെ. മിൽക്ക്മാൻ. സോ മിൽക്ക്മാൻ ഈസ് ഓൾസോ എ ഹെൽപ്പിംഗ് പീപ്പിൾ അല്ലെ. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എല്ലാ കാര്യത്തിനും അല്ലെ. പാലൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്ന് തരും, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി വാങ്ങിക്കുകയൊക്കെ ചെയ്യും. സോ
milkman. Then next helping people is a barber. Who is a barber, Dakshina? Who is a barber? മുടിയും താടിയും മീശയും ഒക്കെ മുറിച്ചു തരും അല്ലേ? നമ്മുടെ മുടിയൊക്കെ വെട്ടി ദക്ഷിണയുടെ മീശയൊക്കെ മുറിച്ചു തരാറുണ്ടോ? എനിക്ക് മീശയില്ല, എനിക്ക് മുടികളില്ല. അയ്യോ മീശയില്ലേ? ഓ ആണോ, പെണ്ണുങ്ങൾക്ക് മീശ ഉണ്ടാവില്ല അല്ലേ? ഓ പെണ്ണാണല്ലേ? മിസ് ഇത്ര ദിവസം വിചാരിച്ചത് ആൺകുട്ടിയാണ് എന്നാണ്. ഓക്കെ, അപ്പൊ പെണ്ണുങ്ങൾക്ക് മീശ ഉണ്ടാവില്ല അല്ലെ? ആണുങ്ങൾക്കാണ് മീശ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പെൺകുട്ടികളുടെ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കി തരും, ആൺകുട്ടികളുടെ മീശയൊക്കെ മുറിച്ച് വൃത്തിയാക്കി തരും അല്ലെ? അപ്പൊ ആൺകുട്ടികൾക്ക് മീശ ഉണ്ടോ നോക്കട്ടെ. കശ്യപേ, ഓക്കെ, കശ്യപേ മീശ ഉണ്ടോ? കശ്യപേ, ആൺകുട്ടികൾക്ക് മീശ ഉണ്ടാവുന്ന ദക്ഷിണ പറഞ്ഞ, പെണ്ണിന് മീശ ഉണ്ടാവില്ല. ചെറുതാണോ? ഓ ചെറുതാണ്, അതുകൊണ്ട് മീശയില്ല. യാൻദേവിന് മീശയുണ്ടോ? യാൻദേവേ ഉണ്ടോ? ഉണ്ടോ? വളരുന്നുണ്ടോ? വലുതാവുമ്പോ മീശ വളരും അല്ലേ? അങ്ങനെയാണ് അല്ലേ? വലിയ ഇതാവുമ്പോ മീശയും താടിയും ഒക്കെ വരും. ഇപ്പൊ നമ്മള് ചെറുതാണ് അല്ലേ? സോ നമ്മുടെ ആ മീശ വന്നു കഴിയുമ്പോ മീശയൊക്കെ വെട്ടി വൃത്തിയാക്കി തരും. ഇപ്പൊ മീശയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും? മീശയും നമ്മുടെ താടിയും മുടിയും ഒക്കെ വൃത്തിയാക്കി തരും അല്ലേ ദക്ഷിത്തെ? എന്താണ് ദക്ഷിത്തെ? എന്താണ്? ആണോ? ഓക്കെ ഓക്കെ, പോയിക്കോട്ടോ. നമ്മുടെ താടിയും മുടിയും ഒക്കെ വെട്ടി നമ്മൾ നല്ല വൃത്തിയാക്കി തരുന്ന ആളാണ് ആര്? ബാർബർ അല്ലേ? ഈ ബോക്സിന്റെ ബാർബർ ഷോപ്പ്. ഓക്കെ, ബാർബർ ഷോപ്പിലാണ് ഉണ്ടാവുക അല്ലെ? അവർക്കൊരു ഷോപ്പ് ഉണ്ടാവും, ബാർബർ ഷോപ്പ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? ബാർബർ ഷോപ്പിൽ പോവും, മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കും. എന്ത് ചെയ്യും? താടിയും മീശയും ഒക്കെ വൃത്തിയാക്കുന്നത് എവിടെ നിന്നാണ്? ബാർബർ ഷോപ്പിലാണ് അല്ലെ? ചെയ്യുന്നത് ആരാണ്? ബാർബർ. So he works in a barber shop and he also helps us. Okay. Then tailor. Next one, tailor. Who is the tailor? ആരാണ് tailor? Daksha, who is the tailor? Daksha, ആരാണ് tailor? തയ്ക്കുന്ന ആളല്ലേ? എന്താ തയ്ക്കാറ്? ഡ്രസ്സൊക്കെ തയ്ച്ച് വൃത്തിയാക്കി തരും അല്ലേ? സോ a tailor works in a tailoring shop. They stitches our clothes അല്ലേ? They stitches our clothes. നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരികയും ഷേപ്പ് ചെയ്ത് തരികയും ഒക്കെ ചെയ്യുന്ന ആളാണ് ആര്? ടൈലർ അല്ലേ? ടൈലറും നമ്മുടെ ഹെൽപ്പിംഗ് പീപ്പിൾ ആണ്. They also help us to stitch our clothes. So a tailor works in a tailoring shop. They help us to stitch our clothes. നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കും അല്ലേ? ടൈലർ ടൈലറിംഗ് ഷോപ്പിലാണ് ഉണ്ടാവുക. അവർക്കും എന്താണ്? ഒരു ഷോപ്പ് ഉണ്ട്, ഒരു പ്ലേസ് ഉണ്ടല്ലേ? അവിടെയാണ് അവർ ഉണ്ടാവുക. ആൻഡ് they help us to stitch our clothes. നമ്മുടെ ഡ്രസ്സ് അല്ലെ? എല്ലാവരുടെ ഡ്രസ്സുകളും സ്റ്റിച്ച് ചെയ്ത് തരുന്നത് ആരാണ്? ടൈലർ ആണ് അല്ലേ? ടൈലർ. ഓക്കെ. Then next one, policeman. Policeman or policewoman. Who is the policeman? Rishidev, who is policeman? കള്ളനെ പിടിക്കുന്ന ആളാണല്ലേ? കള്ളനെ പിടിക്കാൻ മാത്രാണോ ചെയ്യാറ് പോലീസുകാര്? എന്താണ്? മാസ്ക് ഇട്ടില്ലെങ്കിലും പിടിച്ചോണ്ടുപോകും. ഇപ്പൊ എന്താണ്? കള്ളനെ പിടിക്കും, മാസ്ക് ഇടാത്തവരെയും പിടിക്കും. ഇത് രണ്ടേ ചെയ്യാറുള്ളൂ ആണല്ലേ?
വേറെ ഒന്നുമില്ല, കള്ളനെയും പിടിക്കും മാസ്ക് ഇടാത്തവരെയും പിടിക്കും. അതാണ് പോലീസുകാർ ചെയ്യാറല്ലേ. എന്ത് ചെയ്യും, നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും അല്ലേ. ദേ കീപ് us വെരി സേഫ് ആൻഡ് ദേ ഫൗണ്ട് അവർ ലോസ്റ്റ് തിങ്സ്. ഓക്കെ, നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണാതെ പോയാല്, വീട്ടില് കള്ളം കയറി നമ്മുടെ അത് ഇതൊക്കെ കട്ടുകൊണ്ട് പോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കാണാതെ പോയി, ഇതൊക്കെ കണ്ടുപിടിച്ചു തരും അല്ലേ. കാണാതെ എന്താണ് നമ്മുടെ ലോസ്റ്റ് ആയിട്ടുള്ള തിങ്സ് അല്ലെ, എന്തെങ്കിലും വിലപിടിപ്പുള്ളതൊക്കെ കാണാതെ പോയി, കള്ളം കട്ടുകൊണ്ട് പോയി എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ, പിന്നെ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ, നമ്മുടെ വീട്ടില് കള്ളം കയറോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും തല്ലോ ചീത്ത പറയോ വഴക്ക് പറയോ ഒക്കെ ചെയ്താൽ എന്ത് ചെയ്യും, പോലീസ് പിടിക്കല്ലേ. നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങളെ തല്ലാറുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, നമുക്ക് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം. കുട്ടികളെ ഉപദ്രവിക്കുന്നവരൊക്കെ പോലീസ് പിടിക്കാറുണ്ട് അല്ലേ. വൈഷ്ണവിനെ തല്ലാറുണ്ടോ മോനെ? ഉണ്ടോ വൈഷ്ണവേ? പഠിക്കാത്തതിന് തല്ലിയാലൊന്നും പോലീസ് പിടിക്കില്ല കേട്ടോ. വേറെ വെറുതെ തല്ലോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പഠിക്കാത്തതിന് തല്ലൊക്കെ കിട്ടിയാലൊന്നും പോലീസ് പിടിക്കില്ല. വേറെ എന്തെങ്കിലും അനാവശ്യമായിട്ട് വല്ല തല്ലോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്സിനോട് പറഞ്ഞാൽ മതി, മിസ് പോലീസിനെ വിളിക്കാം കേട്ടോ. കേട്ടോ? അപ്പൊ എന്ത് ചെയ്യും, അവര് നമ്മളെ എപ്പോഴും സേഫ് ആയിട്ട് വെക്കുന്ന ആളാണല്ലേ. ദേ പ്രൊട്ടക്ട് us, they keep us always safe and they found our lost things അല്ലെ. നമ്മുടെ കാണാതെ പോയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മോഷണം പോവുകയാണെങ്കിലും കളവ് പോവുകയാണെങ്കിലും അതൊക്കെ കണ്ടുപിടിച്ചു തരും, നമ്മളെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും അല്ലേ. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പോലീസുകാര്. എന്താ ഞാൻ ദേവേ? അൺമ്യൂട്ട് ചെയ്തേ. ആ പറഞ്ഞേ, എന്താണ് എന്താണ് തല്ല ആണോ? ഞാൻ ദേവിന് തല്ലാറുണ്ടോ? പോലീസിനെ വിളിക്കണോ? എന്തിനാ തല്ലുന്നത്? എന്തിനാ തല്ലുന്നേന്ന് പറഞ്ഞേ? ആ പഠിക്കാതിരുന്നിട്ട് തല്ലുന്നതിനൊന്നും പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ തല്ലുന്നുണ്ടെങ്കിലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ കേട്ടോ. പിന്നെ പോലീസ് പിടിച്ചോണ്ടായ പിന്നെ അമ്മ ഉണ്ടാവുമോ ഞാൻ ദേവേ? എന്താണ് മോനെ? ഞാൻ ദേവിന്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോവാണ്, മിസ്സിന് കേൾക്കുന്നേ ഇല്ല. ആ ഓക്കെ. യാൻദേവ് പറഞ്ഞത് മിസ്സിന് കേട്ടിട്ടില്ല. യാൻദേവിന്റെ സൗണ്ട് ഇങ്ങനെ കുറഞ്ഞു പോവാണ്. എന്തോ ഓഡിയോയുടെ കണക്ഷൻ എന്തോ പ്രോബ്ലം ഉണ്ട് കേട്ടോ, ഒന്ന് നോക്കണേ. ദെൻ അപ്പൊ നമ്മള് പോലീസ്മാൻ ഓർ പോലീസ് വുമൺ പറഞ്ഞു അല്ലെ. ഇവരൊക്കെ ഹെൽപ്പിംഗ് പീപ്പിൾ ആണ്. ഇതുപോലെ ആരൊക്കെ ഉണ്ട്? കോബ്ലർ ഉണ്ട്, ദേ മെൻസ് ആൻഡ് മേക്ക് അവർ ഷൂസ് അല്ലെ. നമ്മുടെ ചെരുപ്പുകളൊക്കെ മെൻസ് ചെയ്യുകയും മേക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യും അല്ലെ. റിപ്പയർ ചെയ്യുകയും ചെരുപ്പുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കോബ്ലർ ഉണ്ട്, കാർപ്പന്റർ ഉണ്ട് അല്ലെ. അങ്ങനെ കുറെ ഹെൽപ്പിംഗ് പീപ്പിൾ ഉണ്ട്. ഇവരെയൊക്കെ ഹെൽപ്പ് വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ അല്ലെ. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ എന്ത് വേണം? ഇതുപോലെ കുറെ ആൾക്കാരുടെ ഹെൽപ്പ് വേണം അല്ലെ. സോ ദേ ആർ ഹെൽപ്പിംഗ് പീപ്പിൾ. ഡോക്ടർ, ഗാർഡനർ, ടീച്ചർ, വാച്ച്മാൻ, മിൽക്ക്മാൻ, ബാർബർ, ടൈലർ, പോലീസ്മാൻ. ദെൻ അവിടെ ഒരു ചെറിയ പോയം കൊടുത്തിട്ടുണ്ട് അല്ലെ, നോക്കാം നമുക്ക്. ഐ ആം എ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പോയം ഉണ്ട് അല്ലെ. ഫസ്റ്റ് ലൈൻ നോക്കിയേ. ഐ ആം എ ടൈലർ മേക്കിംഗ് ക്ലോത്ത്സ്, സ്റ്റിച്ച് 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 മൈ നീഡിൽ ഗോസ്. ഐ ആം എ ടൈലർ മേക്കിംഗ് ക്ലോത്ത്സ്, സ്റ്റിച്ച് 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 മൈ നീഡിൽ ഗോസ്. എന്താണ് ടൈലർ എന്താ ചെയ്യുന്നതെന്നാ പറയുന്നത് അല്ലേ. ദേ മേക്കിംഗ് ക്ലോത്ത്സ്, സ്റ്റിച്ച് 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 ചെയ്യാണ് ചെയ്യാറല്ലേ. മൈ നീഡിൽ ഗോസ്, എന്റെ സൂചി അല്ലെ, സൂചി കൊണ്ടാ സ്റ്റിച്ച് ചെയ്യാ അല്ലെ. എന്താണ് സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടാവും, അതിനകത്ത് നീഡിൽ ഉണ്ടാവും അല്ലെ.
So I'm a tailor making clothes. ഞാനൊരു ടൈലർ ആണ്. My duty is making clothes. എന്റെ ജോലി എന്താണ്? വസ്ത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ. ഡ്രസ് ഒക്കെ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. Stitch. My needle goes. Stitch. എങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ അല്ലേ. മൈ നീഡിൽ ഗോസ്. എന്റെ സൂചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. സോ ടൈലർ ചെയ്യുന്ന എന്താന്നാ പറയുന്നത് അല്ലേ. ഐ ആം എ ടൈലർ മേക്കിംഗ് ക്ലോത്ത്. സ്റ്റിച്ച് മൈ നീഡിൽ ഗോസ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്റെ നീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. സൂചി കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും? സ്റ്റിച്ചിങ് മെഷീനിൽ നീഡിൽ ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് ആര്? ടൈലർ അല്ലെ. നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ മേക്ക് ചെയ്യാണ് അവരുടെ ഡ്യൂട്ടി. Then I am a policeman. I stand just so, telling cars to stop, telling cars to go. അല്ലേ? അങ്ങനെയുള്ള പോലീസ്മാനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് റോഡിൽ നിന്നിട്ട് എന്ത് ചെയ്യും? വണ്ടികളൊക്കെ പോകാനും വണ്ടിയോടൊക്കെ വരാനും ഒക്കെ പറയുന്ന നിർത്താനും ഒക്കെ പറയുന്ന ആളെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പോയപ്പോ റോഡിൽ അങ്ങനെ പോലീസ്മാൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അനുശ്രീ കണ്ടിട്ടുണ്ട് അല്ലേ. അനുശ്രീ കണ്ടിട്ടുണ്ടോ? നാട്ടില് കണ്ടിട്ടുണ്ടല്ലേ. ട്രാഫിക് പോലീസ് അല്ലേ. അവരെവിടെയാണ്? റോഡിലാണ് ഉണ്ടാവുക. റോഡിൽ ഉണ്ടാവും അല്ലേ. എന്തിനാണ്? വണ്ടികളൊക്കെ വരുമ്പോ അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ നിർത്താനും പോകാനും ഒക്കെ പറയാൻ വേണ്ടി റോഡിൽ അവരങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലേ. സോ ഐ ആം എ പോലീസ്മാൻ. ഐ സ്റ്റാൻഡ് ജസ്റ്റ് സോ, telling cars to stop and telling cars to go. They are policemen. They stand and they just say to cars to stop and cars to go അല്ലേ. വണ്ടികളോട് നിർത്താനും വണ്ടികളോട് പോവാനും ഒക്കെ പറയും. അതിനെ ട്രാഫിക്കിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന പോലീസ്മാനും ഉണ്ടല്ലേ. റോഡിലൊക്കെ കാണാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വണ്ടികളെ കൺട്രോൾ ചെയ്യാനൊക്കെ ആരുണ്ടാവും? പോലീസുകാരുണ്ടാകാറുണ്ട്. So listen once again. I am a tailor making clothes. Stitch. My needle goes. I am a policeman. I stand just so, telling cars to stop, telling cars to go. Okay. ഒന്നുകൂടെ നോക്കാം, നന്നായിട്ട് പഠിക്കാം. ഹെൽപ്പിംഗ് പീപ്പിള് ഡിസംബർ സെക്കൻഡ് വീക്കില് നിങ്ങൾക്ക് ഇന്നുണ്ടാവും എക്സാം ഉണ്ടാവും അല്ലെ. സെക്കൻഡ് പീരിയോഡിക് എക്സാം ഉണ്ടാവും. നന്നായിട്ട് ഇതുവരെയുള്ള പോർഷൻസ് ഒക്കെ പഠിക്കണം, വായിച്ചു നോക്കുക ഒക്കെ ചെയ്യണം കേട്ടോ. സെക്കൻഡ് സെമിസ്റ്ററിൽ നമ്മൾ എടുത്തിട്ടുള്ള പോർഷൻസ് ഒക്കെ വായിച്ചു നോക്കുക. ഹെൽപ്പിംഗ് പീപ്പിൾ ഒക്കെ പഠിക്കുക. അവരുടെ പിക്ചേഴ്സ് ഒക്കെ നോക്കുക. പിക്ചർ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കുക ഒക്കെ ചെയ്യണേ. സോ ദ ഹെൽപ്പേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഹെൽപ്പിംഗ് പീപ്പിൾ ആരൊക്കെയാണെന്നാണ്? ഡോക്ടർ, ഗാർഡനർ, ടീച്ചർ, വാച്ച്മാൻ, tailor, milkman, barber, policeman are helping people and they help us in many ways. So first one, a doctor. A doctor works in a hospital. We go to a hospital when we fall in sick and they give us medicine. They treat us when we fall in sick. They are doctors. Then gardener, they take care of our plants and he waters them every day. അല്ലെ, നമ്മുടെ ഗാർഡനെ ടേക്ക് കെയർ ചെയ്യും. എല്ലാ ദിവസവും അതിന് വെള്ളം ഒഴിക്കുകയും വൃത്തിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഗാർഡനർ. Then teacher, a teacher works in a hospital and they teaches good manners, good habits and how to read and how to write. They teachers. Okay, a teacher. Then milkman, they give milk. They give milk for us. Okay, നമുക്ക് വേണ്ടി നമ്മുടെ വീടുകളിലൊക്കെ പാല് കൊണ്ടുവന്ന് തരാറുണ്ട് മിൽക്ക്മാൻ. ദെൻ ബാർബർ, ദേ കട്ട് അവർ ഹെയർ അല്ലേ. നമ്മുടെ മുടിയും മൊസ്റ്റാഷും ഒക്കെ വൃത്തിയാക്കി തരുന്ന ആളാണ് ആര്? ബാർബർ അല്ലേ. ദെൻ വാച്ച്മാൻ, ദേ ഗാർഡ്, ദേ പ്രൊട്ടക്ട് അവർ പ്ലേസ് അല്ലേ. ദേ പ്രൊട്ടക്ട് us, they watch all the activities അല്ലേ. എല്ലാ ഒരു പ്ലേസിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി അത് വാച്ച് ചെയ്യും, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ചെയ്യുന്ന ആളാണ് ആര്? വാച്ച്മാൻ. Then tailor, they making clothes അല്ലേ. They stitch our clothes. Tailor. Policeman, they keep us always safe.
they found our lost things. Okay, policeman, so they are helping people. ഇനിയുമുണ്ട് ഒരുപാട് helping people കേട്ടോ, കുറേ ആൾക്കാരുണ്ട്. ഇത്രയും പേരുടെ പേരുകളും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ എന്തായാലും പഠിക്കുക കേട്ടോ. അവരെന്താ ചെയ്യുന്നേ എന്നുള്ളതൊക്കെ നന്നായിട്ട് പഠിക്കണേ, ഇത്രയും പേരുടേത് കേട്ടോ. ഞാൻ ദേവേ വണ്ടി എടുത്തിട്ട് കളിക്കാണോ? എന്താണെന്ന് JCB ആണോ? പുതിയ JCB ആണോ ഞാൻ ദേവേ? ആണോ? പുതിയ JCB വാങ്ങി തന്നെയാണല്ലേ? അടിപൊളിയായിട്ടുണ്ടേ. എന്താണ് ഞാൻ ദേവേ? എന്താണ്? ആ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ.